പണി കഴിപ്പിച്ച ഇറ്റാലിയൻ ബ്രിഡ്ജ്. ഇത് ബസ്രയിലെ ഏറ്റവും എന്താ പറയണ്ട ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഇതാണ്. പക്ഷെ റോഡിന്റെ പണിയും തീർന്നിട്ടില്ല. ഫുള്ളും കുണ്ടും കുയ്യും ഓരോന്ന് പണി തുടങ്ങി വന്നിട്ടേ ഉള്ളൂ. നമ്മളെ ഫോണെല്ലാം അപ്പാട് കാണാനും ഇതാണ് ബ്രിഡ്ജ് ഇറ്റാലിയ. ഡ്രസ് ഇടാൻ പറ്റുമോ? സോറി ചെറിയ കുട്ടിനെ കൊണ്ട് ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യും. ഗൈഡാണ് ഇവിടെ ഭയങ്കര ഡാൻസ് ആണ് റോഡും വന്ന്. അല്ല പോലീസ് കണ്ടോന്ന് ഒന്നും കുഴപ്പമില്ല. ഇവിടെ പെൺകുട്ടിയൊക്കെ സ്കൂൾ ബസ്സില് പെൺകുട്ടിയൊക്കെ സ്കൂൾ ബസ് വേറെ, ആൺകുട്ടിയൊക്കെ സ്കൂൾ ബസ് വേറെ. ഏതോ ഒരു ബസ് പോകുന്നുണ്ട്, മംഗലം തോന്നുന്നു. ഇതില് ഡ്രൈവിംഗ് ഒന്നും തീരെ ശരിയില്ല. എല്ലാം എന്തെല്ലോ കൊളത്തില്ല പോകും വരെയും ചെയ്യുന്നു. ഓട്ടോറിക്ഷ മോനെ ഇവിടെയും സെയിം വൺ വേയിലോട്ട് തിരിച്ചു വരുന്നു. ആ കാര്യത്തിൽ അവര് ഒരുപോലെ നല്ല വിറ്റ്. ഇതിപ്പോ ശരിക്കും കാശ്മീരിലായിട്ട് പോയ പോലെ ഉണ്ട്, പഞ്ചാബിലോ മറ്റേ ജമ്മുലായിട്ടും പോയ പോലെ. ഇവിടെ ട്രാഫിക് എല്ലാം വേറുന്നോ ഇതാണ്. എന്താന്ന് വെച്ചാൽ ആർക്ക് എവിടെ വേണമെങ്കിലും പേരിനുള്ള ഒരു ട്രാഫിക് റൂള്. പോലീസുകാർക്കൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ MPD ഇവിടെ മെൻഷൻ ചെയ്യണം. അഷാർ ബ്രിഡ്ജ്. ബസ്റയിൽ നമ്മൾ വന്നേം പാടും കുറച്ച് സ്ഥലങ്ങളിൽ പോയി. പെട്ടെന്ന് എൻ്റെ ക്ലച്ച് അപ്പാടും സ്റ്റക്കായി എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനൊരു വീട്ടിലെത്തി. يعني قبر مع الإمام الحسين داير ما داير أول بوبل شهداء بس قول يعني okay. And this يا أبا عبد الله
السلام عليك يا أبا عبد الله. يا عبد الله. عبد الله هو الإمام الحسين أبو عبد الله. أبو عبد الله. عبد الله dads of Abu of Muhammad Rasulullah. محمد رسول الله. لا. عبد الله. عبد الله. الإمام الحسين father الإمام علي. إمام علي. الإمام علي الإمام الحسين. Okay. يا هيهات منا الذلة. അങ്ങനെ നമ്മൾ താമസിക്കുന്നത് ഇന്ന് ഇറാഖിന്റെ വീട്ടിലാണ്. ഇവരെ ഫുള്ള് ഫാമിലി ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഗസ്റ്റ് ഹൗസിലാണ് കിടക്കാൻ പോകുന്നത്. നമ്മൾ വണ്ടി ശരിയാക്കാൻ രാവിലെ തന്നെ ഇവരെ കൂടെ പോകുന്ന. വണ്ടി ഓടിച്ചുകൂടാ, വണ്ടി ഭയങ്കര സൗണ്ടാ വരുന്നത്. ഗിയറിന്റെ പ്രോബ്ലം കണ്ടോ, ഗിയർ ബോക്സിന്റെ പ്രശ്നം വണ്ടിക്ക്. അങ്ങനെ അവര് എന്താ ഒരു വിഞ്ച് കൊണ്ടുവന്ന് നമ്മൾ വണ്ടിയിലത്തേക്ക് വെക്കുന്ന വിഞ്ചിലേക്ക്. ഇനി ഇത് വേണം മക്കളെ ഇതിന്റെ ഉള്ളിൽ ഒരു ഹുക്ക് ഇട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാൻ. വണ്ടി വിഞ്ചിലിട്ടിട്ട് ഞാൻ ഇവരപ്പുറം പോന്ന. ഇവരാണ് എൻ്റെ പുരം വരുന്നത്. ഇത് വല്ലാത്തൊരു അനുഭവം. കാരണം ഇറാഖികൾ ഇത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. ഒരു രാജ്യത്തിനെ കുറിച്ച് അവിടെ കയറുന്നതിന് മുന്നേ നല്ലതാണ് കൊടുക്കാൻ വരിക്കുന്നത്. കാരണം അവിടെ പോയി കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വണ്ടി അങ്ങനെ ഇവിടെ എത്തിച്ചു നമ്മള് ഗാരേജിൽ. വർഷ് അബു അങ്ങനെ ഞാൻ കുറച്ച് പാർട്സ് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടത് ക്ലച്ചാണ്. നമ്മളെ ക്ലച്ചിനാണ് കംപ്ലൈൻറ്റ്. ക്ലച്ച് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണ്. അപ്പോൾ എല്ലാം വണ്ടി നല്ല എടുത്ത് പുറത്തിട്ട്. Okay. So you got everything. So back brake pad 3. Back brake pad 2. And fuel filter 3. And brake pad 3. അപ്പോൾ നമ്മൾ അവർ ചെക്ക് ചെയ്ത് എന്തെല്ലാം സാധനം ഉള്ളതെന്ന് അവർ എണ്ണി വെച്ചിട്ടുണ്ട്. Okay, we can just throw. I will manage other time. Just throw it. അവർ ജാക്കി വെച്ചിട്ട് വണ്ടി പൊന്തിക്കുന്നുണ്ട്. നമ്മളെ കെച്ച് ഫുള്ള് തീർന്നിന്. കാരണം 45,000 കിലോമീറ്റർ നമ്മൾ ഈ ഒരൊറ്റ രണ്ടാമത്തെ ക്ലച്ച് കൊണ്ട് ഓടിയത്. ഫസ്റ്റ് ക്ലച്ച് നമ്മൾ 3000 ഖത്തറിന്ന് മാറ്റിനു മറ്റേ ഡെസേർട്ട് പോയിട്ട്. രണ്ടാമത്തെ ക്ലച്ചിൽ 40,000 കിലോമീറ്റർ ഓടി. എന്തായാലും ഗിയർ വണ്ടിയല്ലേ, അത് മാറ്റേണ്ടി, അത് സ്വാഭാവികമാണ്. അവർ നമ്മളെ ക്ലച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബ്രദർ, ദിസ് വീഡിയോ നോ. ഓക്കെ. Oh, this is clutch. Yes. Okay, finish. Clutch finish. Okay. ഇതാണ് നമ്മളെ ഗിയർ ബോക്സ്. This is gear box. ഇത് നമ്മളെ വണ്ടിന്റെ ഗിയർ ബോക്സ് ആണ്. അങ്ങനെ നമ്മൾ ഗ്യാരേജിൽ വണ്ടി വെച്ച് അനക്കാണെങ്കിൽ വിശക്കുന്നു. ഞാൻ ചായ കുടിക്കാൻ പോന്ന. സദീഖ്, യുവർ നെയിം? മസ്മുഖ് അബ്ബാസ്. ഓക്കെ, ഇവന്റെ പേര് അബ്ബാസാ. മദ്രസ? لا مدرسة. شو why? No مدرسة. كم عمرك؟ كم عمرك؟ 13. واحد 13. 13 വയസ്സായിട്ട് ഇവനിക്ക്. ഇവരൊന്നും സ്കൂളിൽ പോകുന്നില്ല. ഇറാഖിലൊന്നും കുട്ടികളൊന്നും സ്കൂളൊന്നും ഇല്ല. ശരിക്കും നമ്മൾ കാശ്മീരിൽ പോയ അവസ്ഥയാണ് ഇപ്പോൾ. വൈ നോ മദ്രസ? നോ മദ്രസ വൈ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് തൽക്കാലം സ്പാർക്ക് പ്ലഗ് കുഴപ്പമില്ല. ഇപ്പം ക്ലച്ച് അവർ മാറ്റി. ഇപ്പം നമ്മളെ വണ്ടി റെഡിയായി. ഇപ്പം മറ്റേ ആ സൈനെല്ലാം പോയി കേട്ടോ. ഇതിൻ്റെ ഫുള്ള് പൈസ കൊടുത്ത് ഇവർ തന്നെയാണ്. ഞാനൊരു 5 പൈസ കൊടുത്തിട്ടില്ല. ഏകദേശം 9,000 ഉറുപ്പ്യ ആയിരുന്നു. അതായത് വണ്ടി ബിഞ്ചിൽ കയറ്റിട്ട് ഇവിടെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചായിരുന്നു. പിന്നെ പാർട്സ് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആരാ പറഞ്ഞു ഇറാഖികളെ വെടുക്കുക, അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു ഇറാഖിൽ പോകണ്ട, അവർ കള്ളം പറഞ്ഞു. പക്ഷെ ഞാൻ വന്നിട്ട് ഇപ്പോൾ 4 ദിവസമായി. എനിക്ക് ഇന്നേ വരെ ഭയങ്കര ഹെൽപ്പ് കിട്ടിയത്. ഇപ്പം നമ്മളിവിടുന്ന് പോകുന്ന കേട്ടോ. വണ്ടിയെല്ലാം ഇതാക്കിയിട്ട് ഇവർ ഭയങ്കര സംഭവമാണ് ശരിക്കും. ഞാൻ GCCയിൽ വന്ന
അപ്പോൾ ഭയങ്കര സന്തോഷം ഇവിടെ വന്നിട്ട്. എന്നോട് ഞാൻ ശരിക്കും ഒരു കരച്ചിലായിരുന്നു. കാരണം ഞാൻ എന്താ പറയണ്ടേ, നമ്മളൊരു സ്ഥലത്ത് പെട്ടെടുക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആൾക്കാർ വരുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇപ്പം ശരിക്കും ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് നമ്മൾ വണ്ടി ശരിയാക്കി നമ്മൾ നേരെ ഇമാദിൻ്റെ വീട്ടിലേക്ക്. സോ ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മൾ നിൽക്കുന്ന വീട്. മജീദ് എന്നാണ് മൂപ്പരെ പേര് കേട്ടോ. മൂപ്പരടുത്ത് ആർമിയിലാണ്. അപ്പോൾ ഇന്നലെ മൂപ്പര വീടിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ വണ്ടി സ്റ്റക്കായത്. അപ്പോൾ അന്നേരം തന്നെ വന്ന് എന്നെ വീട്ടിൽ കൂട്ടി കൊണ്ടുപോയി. നോക്കിയാട്ടെ, ചെറിയ എനിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, കാശ്മീരിൽ ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു ഭാഗം നമ്മൾ ഇന്ത്യൻ്റെ വേറൊരു ഭാഗത്ത്, ഇന്ത്യ എന്ന് പറയാൻ കഴിയില്ല, അത് തന്നെ ഇന്ത്യൻ്റെ കുറച്ച് ഹൈറ്റ് നമ്മൾ ഈ കാശ്മീർ ഭാഗത്ത് പോയൊരു ഫീല്. അവിടെല്ലാം കുറേ കേരളെന്നെല്ലാം പോയിട്ട് കുറേ വാലി ഉണ്ടായിരുന്നു. ആ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിൽ ഇതുപോലെ കാണാൻ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ മുസ്ലിം രാജ്യമുണ്ടല്ലോ, അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേറെ തന്നെ ഒരു മൂഡായിരിക്കും. വേറെ തന്നെ രസമാണ് കാണാൻ. അതുണ്ട എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു കറുത്ത കൊടി വെക്കും. ഇത് ഷിയാക്കളുടെ കൊടിയാണ്. അവർ മുഹറത്തിൻ്റെ സമയത്ത് ഫുള്ള് ബ്ലാക്ക് ഇട്ടിട്ടായിരിക്കും അവർ ഈ ചങ്ങല. ഓക്കെ, ഇവിടെ എത്തി. ഇവിടുന്ന് കുട്ടികളെല്ലാം കൂടി ക്ലീൻ ചെയ്യുന്നതാണല്ലോ. നമ്മളങ്ങനെ ഗ്യാരേജിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇവിടുന്ന് എല്ലാവരും തുടക്കം. ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ബസ്രയിലെ വീട്. അപ്പം ഇതുണ്ട, ഇത് ഓറഞ്ച് ഇല്ലേ, ഓറഞ്ച് അതുപോലെ തന്നെ നാരങ്ങ എല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് ഉണക്കും. ഇവിടെ തിന്നുന്ന സാധനം ഇപ്പം എനിക്ക് തന്നതാ. ഓറഞ്ച് ഉണക്കിയിട്ട് ഇങ്ങനെ തിന്നാൻ രസമാണ് തിന്നാൻ. കുറെ കേടാവാണ്ട് നിൽക്കും ഇങ്ങനത്തെ സാധനം. അതാണ് ഇതുണ്ടോ. ഇതിപ്പോ ഞാനിപ്പോ ഇറാഖിൽ വീട്ടിൽ വന്നേരോ ഇവര് ഒരു പാക്കറ്റ് നിറച്ചു ഇങ്ങനെ ഉണങ്ങിയ കുറെ ഫ്രൂട്ട്സ്. നോക്കുന്നവർ എന്തായാലും അറിയാം, നമ്മളെ പഴയില്ലേ റോബസ്റ്റ്, അത് ഇങ്ങനെ ഉണക്കിയിട്ടുണ്ട്. അപ്പൊ തെന്നുമ സ്ഥലത്ത് ഞാനുള്ള മെങ്ങ നല്ല വണ്ടിയിൽ ഇന്നലെ നമ്മളെ വണ്ടിയെല്ലാം റോഡിൽ ബ്ലോക്കായി, ഫുള്ള് ഗിയറിന്റെ പ്രശ്നമായി, ക്ലച്ച് പൊട്ടേണ്ടി വന്ന്. അങ്ങനെ നിന്ന സമയത്താണ് ഇതിന്റെ ഓണർ എന്നെ ഇവിടെ കൂട്ടി വന്നത്. ഇത് മൂപ്പര് ഫാമിലിയാണ്. അപ്പൊ ഇവിടുത്തെ മാമ എനിക്കൊരു ഗിഫ്റ്റ് തരാൻ പോവാണ്. കാശ്മീരി ഷാൾ, തുർക്കി ഷാൾ. തുർക്കിയിലെ ഒരു ഷാളാണ് മൂപ്പര് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. ഹൗ ദിസ് ഓക്കെ, ശുക്രൻ. ഓ, തണുപ്പിനുള്ള ഷാളാന്ന് മൂപ്പത്തി എനിക്ക് തന്നത്. ഗുഡ്. യു നോ ഫസ്റ്റ് ഗിഫ്റ്റ് ഫ്രം ഇറാഖ്. അവല ഗിഫ്റ്റ് അങ്ങനെ പറയാം. അവല ഹദിയ. ഞാനങ്ങനെ ഇപ്പൊ നിൽക്കുന്ന വീട്ടിലത്തെ അവിടുത്തെ പിന്നെ ഓനെയും കൂട്ടി ഒന്ന് പുറത്ത് വന്നേട്ടാ നമ്മള്. ഇതാണ് ഷാര സാദി എന്നാ പറയാ. ഇത് കുറച്ചും കൂടി നല്ല മുഞ്ചുള്ള, ബസ്രയിലെ കുറച്ചും കൂടി കാണാൻ രസമുള്ള ഒരു ടൗൺ ആണ്. ഇത് സിറ്റി സെന്റർ അൽ അഷർ ബ്രിഡ്ജ് ബ്രിഹ. ഇതിപ്പോ കാണുമ്പോ ശരിക്കും ഒരു സൗദി കുവൈത്തിന്റെ ഒരു തോലുണ്ട് സൈഡ് കാണുമ്പോ. നോക്കിട്ടെ നിങ്ങള്. ബസ്രയിലെ ഈ ഒരു സ്ഥലം മാത്രം ഒരു ടൗൺ പോലെ ഉള്ളൂ, ബാക്കിയൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇത് കുറച്ചും കൂടി സഫ്വാന് ബോർഡറിന്റെ സ്ഥലമായതുകൊണ്ട് ഭയങ്കര ഒരു ബതുക്കളാണ് കൂടുതലുള്ളത്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് മോഡേൺ ആൾക്കാർ, അതുപോലെ തന്നെ പെണ്ണുങ്ങളെല്ലാം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. സഫാൻ വെച്ച് നോക്കുമ്പോൾ ബസ്ര വേറെ തന്നെയാണ്. അത്യാവശ്യം വലിയ ഈ ബസ്രയില് അത്യാവശ്യം വലിയ വണ്ടികളും കുറച്ച് പൈസക്കാരിലുണ്ട്. സഫ്വാനാണ് തീരെ ബതുക്കളെ പോലത്തെ ആൾക്കാർ താമസിക്കുന്നത്. അവിടെ കാര്യമായിട്ടൊന്നുമില്ല, വീടുകളെല്ലാം ഭയങ്കര ചെറുതാണ്. അടുത്ത ആളുകൾ അങ്ങനെ പെൺകുട്ടികൾ പുറത്തൊന്നും പോകില്ല, സ്കൂളിൽ മാത്രം പോകും, തിരിച്ചു വരും, അങ്ങനത്തെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് വ്യത്യാസം. ഇവിടെ പെണ്ണുങ്ങളെല്ലാം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓരോ വണ്ടികൾ. ഈ ടൗൺ നല്ല രസമില്ല കാണാൻ. ഇതുണ്ട് ഇവിടെ പെണ്ണുങ്ങൾ കുറച്ചും കൂടി നല്ല അടിപൊളി ഡ്രസ്സിലുള്ള ആൾക്കാർ പോകും. ടൊയോട്ട. ഓക്കെ, നല്ല വലിയൊരു ടൗണാണ് ബസ്ര. ഇതില്ല, ഇതൊരു ടാക്സി ആയിട്ട് നോക്കിയാട്ടെ, തുരുമ്പ് പിടിച്ച് പഴയതല്ല വണ്ടി. എന്നിട്ട് അത് ടാക്സി ആയിട്ട് വന്നു. നോക്കിയാട്ടെ, തുരുമ്പ് പിടിച്ച് പണിയായ വണ്ടികളെല്ലാം ഇവിടെ ടാക്സി ആയിട്ട് ഓടുന്നു. ആൾക്കാരെ ചെറിയ ബസ് പോലെ കൊണ്ടുവന്ന ടാക്സി ആയിട്ട്. പഴയതായി ബസ്. ഇത് ഇവിടുത്തെ വലിയ പ്രസിദ്ധമായ
ചില സമയത്ത് ഇന്ത്യ തോന്നിപ്പോവും, ചില സമയത്ത് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഗൾഫ് പോലെ തോന്നും. അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ട്. ഇവിടെ തട്ടുകട ഉണ്ട് കുറെ സൈഡില്. ഇറാഖിൽ തന്നെയുള്ള പഴയ വീടുകളുള്ള സ്ഥലമായത്, അതായത് വൈറ്റ് കദീം ഇതൊക്കെയായിട്ട് ഒരു ചുമരുകളാണ് കുട്ടികളെ കൊണ്ട്. ഇത് പണ്ടേത്തെ വീടാണ്. നമ്മളിപ്പോൾ വണ്ടി ദിസ് ഈസ് ഓൾഡ് കദീം. സ്കൂൾ മദ്രസ ഇറാഖിലെ ഒരു ചെറിയൊരു പോലീസിന്റെ ഒരു സ്റ്റേഷൻ എന്ന് പറയാം. ട്രാഫിക് പോലീസ്, ട്രാഫിക് പോലീസ്. അതുകൊണ്ടാണ് ഒരു യൂണിഫോമിൽ നോക്ക്. അതല്ല സൗദിയില് GCCയിലെ ഡ്രൈവേഴ്സ് പോലീസിന്റെ വണ്ടിയല്ലേ ഇതാ, ഓട്ടോറിക്ഷ ഉണ്ട്. ഓ ആൾക്കാരുടെ എന്തെങ്കിലും കളിക്കുന്നു. ഇതുണ്ടാ പല കോലത്തിലുള്ള റിക്ഷ ഉണ്ട്. എനിക്ക് ഇന്ത്യ പോലെ തന്നെയാണ്. എന്തെല്ലാം വണ്ടികളാണ്. പച്ചക്കറി ഷോപ്പുകൾ, അതായത് ഇതിന്റെ മാർക്കറ്റിൽ വന്നേട്ടെ. ഇപ്പൊ ഫുള്ള് നമ്മുടെ നാട്ടിലത്തെ മാർക്കറ്റ് പോലത്തെ നോക്കിയടാ, എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് നാടിയിടലും ഇതൊക്കെ ഉണ്ട്. ഇതാ മീനുണ്ടോ? ഞാൻ എൻ്റെ വണ്ടി എടുക്കാണ്ട് വന്ന് ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്ക് മീൻ എടുക്കുന്നുണ്ടോ എൻ്റെ വണ്ടി കണ്ടോ. മീനെല്ലാം നമ്മൾ സെയിം നമ്മൾ നാട്ടിൽ വിൽക്കുന്ന പോലെ തന്നെയാണ് ഇവർ. ഇതാ മീൻ, ഇതാ മീനിൻ്റെ മാർക്കൊക്കെ ഉണ്ടോ? മീനുകൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ. ഗുഡ് ഗുഡ്, ഐ ലൈക്ക് ദിസ് സ്മെൽ. ചെറിയ തട്ടട ഉണ്ടോ? ഇതേപോലെ വത്തക്കഥ അതാ. മീറ്റ് ഇറച്ചിയുണ്ട്, ഇറച്ചി മുറിക്കുന്നു. രാത്രിയാണ് ഇവിടെ മാർക്കറ്റിൽ ആളുണ്ടാവുക. നമ്മുടെ നാട്ടിൽ രാത്രി പൂട്ടണില്ല, ഇവിടെ രാത്രിയാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. ഇതാ നോക്കിയിട്ടുണ്ട് ഇറച്ചിയൊന്നും. ഇപ്പൊ ഒരു സാധനമായിട്ടോ നീ സൂക്കുന്നത് നബൂക്ക്. നബൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇവിടെയുള്ള ചെറി പീച്ച് സാധനം വെക്കുന്നുണ്ടോ? ഇങ്ങനെ അനൗൺസ് ചെയ്യും ഒരു ചെറിയ സ്പീക്കറിൽ. ഇവിടെ ഇറാഖ് ബസ്രയില് മിഡിൽ ഈസ്റ്റ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. എല്ലാ രാജ്യത്തിന്റെയും, ബഹ്റൈന്, കുവൈത്ത്, അങ്ങനെ എല്ലാത്തിന്റെയും സാധനങ്ങളും ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ആൾക്കാരാണ്. ഇറാഖിൽ വന്നിട്ട് ഒരു കല്യാണം കൂടിക്കില്ല എന്ന് വേണ്ട, വിളിക്കാത്തൊരു മംഗലത്തിന്. ഇപ്പൊ നമ്മള് മംഗലത്തിന് വന്നാ ഇവിടെ റോഡ് സൈഡിൽ ഒരു മംഗലത്തിന്റെ ഇത്. ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാലില്ലേ ഈ ഓഡിറ്റോറിയത്തിലായിരിക്കും, അങ്ങനെ വീട്ടിലല്ല. അപ്പൊ അങ്ങനെ ഞാനും ഹുസൈനും കൂടിയിട്ട് ഒരു മംഗലം കണ്ടുപിടിച്ച് നമ്മൾ അവിടെ പോന്ന മംഗലം കൂടായിരുന്നു. Yes, this is bridegroom. Bridegroom ka? Where is bridegroom? ഇതാണ് പിയാപ്പിളിന്റെ കാറ്. ഇറാഖിലൊരു കല്യാണത്തിന്റെ പിയാപ്പിളിന്റെ കാറാണ് ഇത്. എന്റെ മോനെ ടൊയോട്ട പ്രാഡോ. നോ പ്രാഡോ, ലാൻഡ് ക്രൂസർ പ്രാഡോ. ഇവരെ കല്യാണം ഇങ്ങനത്തെ വലിയ ഹാളിൽ വെച്ചിട്ട് നടത്താണ്. ഇറാഖികളെ കല്യാണത്തിന് വന്നയാ. ഇവിടെ റോഡ് സൈഡിൽ കല്യാണം കണ്ടപ്പോ വന്നതാട്ടോ. പിയാപ്പിള ഇറങ്ങിയിട്ടില്ല. എല്ലാ ആൾക്കാരും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പെണ്ണിന്റെയും പിന്നെ അതുപോലെ തന്നെ ചെക്കന്റെയും പിയാപ്പിളിന്റെയും പിന്നെ പെണ്ണിന്റെയും വീട്ടുകാര് ബസ്സിൽ പോകില്ല. അതുപോലെ തന്നെ ഇവരിതാ അവരവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ. ഇനിയിപ്പോ ഇവര് രണ്ടാൾക്കാരെയും വീട്ടിലേക്ക് പോകും. സെയിം നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ ആട്ടെ ഇവര് കല്യാണം.
hear, only sound. ഇതാണ് നടന്നു and this one dance they this is ഇവരങ്ങനെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. ഈ കാണുന്ന വണ്ടിയെല്ലാം പിയാപ്പിളിന്റെ അപ്പുറം പോകുന്നത്. ഇതെല്ലാം പിയാപ്പിളിന്റെ അപ്പുറം പോകുന്ന വണ്ടിയാ. ഇവന് ഇവിടുന്ന് ഹോൺ അടിക്കുന്നു. ഇവരിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടാ പോവാ വണ്ടിയില്. സൗദികൾ ഇങ്ങനെ തന്നെ അവമാനികളെല്ലാം സെയിമാ. ഇറാഖിലൊരു തട്ടുകടയിൽ വന്നാൽ സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു സാധനം കണ്ട് ഇതെന്താന്നറിയാമോ? നമ്മളെ സ്വന്തം കല്ലുമ്മക്കായി. ഇവിടെ ഇറാഖിലൊക്കെ അതിനെടുത്തു ഇവര് ഇതിന്റെ മുകളിൽ ശരിക്കും നമ്മുടെ നാട്ടില് കല്ലുമ്മക്കായി നിറച്ചില്ല, അതുപോലെ തന്നെ നരയ്ക്കണം, തലശ്ശേരി നരയ്ക്കും പോലെ. പക്ഷേ എങ്കിൽ നമ്മൾ അരച്ചിട്ട് കുറച്ച് മസാല തേങ്ങയും ഉള്ളിൽ ചേർത്തിട്ട് അരക്കും. പക്ഷെ ഇവര് ചോറില്ലേ, ഇതിന്റെ ഉള്ളിൽ ചോറ് പുഴുങ്ങിയിട്ട് എടുക്കും. ഇറച്ചിയുണ്ടോ മുകളിൽ കാണുന്ന ചോറിന് കുറച്ച് അങ്ങോട്ട് ചെറിയ മസാല എന്നിട്ട് അവർ ഇതിന്റെ കൂടെ ചെറുനാരങ്ങ പിയ്യും. നമ്മളത് പിയ്യൂല, പഠിച്ചു നമ്മൾ സ്വന്തം കല്ലുമ്മക്കായി. അത് ഇറാഖിൽ സ്പെഷ്യലായിട്ട് ഉണ്ട്. അതായത് ഇവര് പിന്നെ ഈ കൂജ നിറച്ചും ചോക്ലേറ്റ് ഇതാണ് മറ്റേ കോഫി ഉണ്ടാവും, കോഫി കാച്ചി വെക്കും. എന്നിട്ട് അതിൽ ഇങ്ങനത്തെ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് എനിക്കൊന്ന് ഇത് ഇവർ ഫുള്ള് സ്വീറ്റാണ്. മുട്ടായിൻ്റെ കുറേ സാധനം മിക്സാണ്, കാരമൽ മിക്സാണ്, പിന്നെ ഇത് ചോക്ലേറ്റ് മിക്സാണ്. ഇതാണ് ഒറിജിനൽ ഗവ. ഇനി ഈ ഗവ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് ഇവരകത്ത് പിസ്താച്ചിയോ അതുപോലെ തന്നെ ബദം ചോക്ലേറ്റ് എല്ലാം പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കും. ഇറാഖി ചോക്ലേറ്റ് ഓക്കെ, ഗവ ചോക്ലേറ്റ് നീന് പറയട്ടെ. നമ്മളിപ്പോ കണ്ടത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. അപ്പോ എന്നോട് പറഞ്ഞേ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു ഇന്ത്യയില് ക്രിസ്ത്യൻ പള്ളിയില് ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ തന്നെ അല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ. നമ്മളിപ്പം കണ്ടൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഇറാഖില് മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടെ മെസ്സിഹാന്ന് ഇവര് പറയാ, ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ഓൻ പറഞ്ഞു അങ്ങോട്ട് കയറാൻ കഴിയില്ല, മമ്നു കയറാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ കയറാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിൽ മാഹിയിൽ കനീസ പള്ളിയുണ്ട്, അവിടെ ആർക്ക് വേണമെങ്കിൽ കയറാം. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്നാലും പോവും. അങ്ങനെ പോകുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കൊടുത്തു എനിക്ക്. മാഹിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാ ക്രിസ്ത്യാനി പള്ളിയിലും നമ്മൾ പോകുന്നില്ലേ. അങ്ങനെ പോകാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ, പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ പാടില്ല. ഇതാണ് മക്കളെ ബസ്ര. ഭയങ്കര രസമുള്ള സ്ഥലമായിട്ട് കാണാം. ഷുത്തലറബ് ഓക്കെ, ആ സ്ഥലത്തിന് പറയുന്നത് ഷൂത്തലറബ്. നമ്മളിപ്പോൾ ഉള്ളത് ബസ്രയിലെ കോർണീഷിലാണ്. ഈ കോർണീഷിൽ വന്നപ്പോൾ ഇവിടെ ഒരു കപ്പൽ കണ്ട്. ഇത് സദ്ദാമിൻ്റെ കപ്പൽ എന്നാ പറയുന്നത്, സഫീന സദ്ദാമിൻ്റെ കാലത്ത് സദ്ദാം ഉപയോഗിച്ചിട്ടുള്ള കപ്പൽ. പക്ഷെ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 2006 സദ്ദാമിനെ തൂക്കിലിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സദ്ദാമിൻ്റെ കപ്പലായത്. അപ്പോൾ അന്ന് മുതൽ 2006 മുതൽ ഇപ്പോൾ 2025 ആയില്ലേ, 19 വർഷമായിട്ട് ഈ കപ്പൽ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇതൊരു എന്താ പറയണ്ടേ, ഒരു സയൻറ്റിഫിക് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണുള്ളത് ആൾക്കാർ. അതായത് ആൾക്കാർക്ക് കാണാനും വന്ന് പഠിക്കാനും വേണ്ടിയിട്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മറൈൻ സയൻസ്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി ഓഫ് മറൈൻ സയൻസിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നും ഇവിടെ വെച്ചിട്ടാണത്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലേ ഒരു ലോകത്തിനാകെ വെറുപ്പിച്ച ഒരാളെ സാധനം ഇത് കാണുമ്പോൾ ശരിക്കും ആ ഒരു പോരാട്ട വീര്യവും അന്നേരം ഇവിടെ നടന്ന കുറേ യുദ്ധങ്ങളും അമേരിക്കൻ്റെ ആധിപത്യവും കുവൈത്തുകാരുടെ യുദ്ധവും എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൂടെ ഓടി മറിയുന്നു. സദ്ദാം കത്തിൽ ഷിയ, സദ്ദാം സുന്ന. സദ്ദാം ഇവർക്കൊന്നും സദ്ദാമിന് ഇഷ്ടമല്ല. സദ്ദാം കുറേ ഷിയാക്കളെ കൊന്നിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നത്. സദ്ദാം സുന്നിയാന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സദ്ദാമിൻ്റെ ചരിത്രത്തിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് അമേരിക്കയായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുവൈറ്റായിട്ടുള്ള യുദ്ധവും, അങ്ങനെ മൊത്തത്തിൽ സദ്ദാമിന് എല്ലാവരും വെറുക്കുന്ന ഒരാളായി മാറി സദ്ദാം. വേറൊരു സംഭവം, നമ്മുടെ നാടത്തെ പോലെ തന്നെ രാത്രി ഇവിടെ മീൻ വെക്കുന്നുണ്ടോ, ഒരു മീൻ ചാപ്പുണ്ടോ മീൻ വെക്കുന്നത്. ഒരു ഗേറ്റിൽ എഴുതി നോക്കിയാൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ ആലി മുഹമ്മദ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ വണ്ടി അതാണ് പാർക്ക് ചെയ്തത്.
നമ്മളങ്ങനെ ഞാനും ഹസനും കൂടിയിട്ട് പുറത്ത് തിരിച്ചു വന്ന്. അപ്പൊ ഇവർ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ഇവർ മെയിനായിട്ട് തിന്നുന്ന ഫുള്ളും ഈ ഇറാഖികൾ അധികവും മീനാ തിന്നാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനാണ്. ദുവാ വാട്ട്സ് നെയിം? ഫിഷ് സമക്? ഓ അത് മീനില്ലേ, മീൻ എഗ് ക്രംസില്, സോറി ബ്രെഡ് ക്രംസ്. അതായത് ബ്രെഡ് പൊടിച്ചിട്ട് ഓക്കെ ബ്രെഡ് പൊടിച്ചിട്ട് നമ്മള് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ അവര് മീൻ ഇതിൽ മുക്കിയിട്ട് പൊരിക്കുന്നത്. അതാണ് സംഭവം. ഓളിങ്ങനെ ഇതാണ് ഇവര് കിച്ചൺ കേട്ടോ. നല്ല രസമാണ്. ദിസ് ഈസ് ടൊമാറ്റോ, കെച്ചപ്പ് മരഗ്. ഓള് മറ്റേ കറി ഉണ്ടാക്കുന്നു. ഇവരൊരു കറി ഇല്ലേ ഒരു ഇതുപോലത്തെ. ആൻഡ് ദിസ് ഓൾസോ യു ഫ്രൈഡ്. മുപ്പത്തിയുടെ ഫുള്ള് നാസ്ത ഉണ്ടാക്കി വെച്ചു. ഓ സമക് സമക് മരഗ്. ദിസ് ഈസ് മരഗ്. അഗൈൻ ക്യൂ മരഗ്. ഫിഷ്. ഈ മീനിനെ കൂട്ടാൻ വേണ്ടിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. Tomorrow, not today. നാളത്തേക്ക് വേണ്ടിട്ടാണ്. ഓക്കെ നാളത്തേക്ക് വേണ്ടിട്ട് ഒളി ഫുഡ് ഉണ്ടാക്കുന്നറപ്പ. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് അലിന്റെ കുറച്ച് പേരുകളും സംഭവം വെച്ചിട്ട് ഇവരെല്ലാ വീട്ടിലിങ്ങനെ ഫ്രെയിം കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇത് വെച്ചാല് മറ്റേ നമ്മള് ബാഡ് ഐ ഇല്ലേ, അതായത് കണ്ണ് പിന്നെ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കണ്ണെന്നും പറയുന്നത് അതുപോലെ കണ്ണ് തട്ടാണ്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും തൂക്കുന്ന ഒരു ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ഇതാണ് നമ്മളെ മാമന്റെ വീട്. ഇതുവരെ കാറാട്ടോ ബെന്റ്ലി. ഇതാണ് ഞബക്ക്. ഇത് ഇവിടുത്തെ ഒരു പഴ. ഇവിടുത്തെ എല്ലാ വീട്ടിലും ഇതിന്റെ മരം ഉണ്ടാവും. ഇറാഖിൽ നിങ്ങൾ എവിടെ പോയാലും കൂടുതലായിട്ടും കൂടുതലായിട്ടും കാണുന്നതാണ് ഇതിന്റെ മരം. ഇതാണ് ഞബക്ക്. കണ്ട ഇത് ഇതിപ്പം കുറച്ച് പച്ചയാണ്. ഇത് കുറച്ചും കൂടി മൂത്തിട്ട് തിന്നാണ് നല്ല രസമുണ്ട്. ഇത് ഏകദേശം ഒരു പച്ച ആപ്പിളില്ലേ അത് തിന്നും പോലെ. ഇതാണ് ഈ ഞബക്ക്. കണ്ട ഇറ്റ്സ് ഗുഡ്. ശേഷേ കുറെ ചെടിയും അതിലുണ്ട്. പിന്നെ ഇവിടെ ഒരു താറാവ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതണ്ട കോഴി. ഇവിടെ ഇവര് കോഴിനെ വളർത്തുന്നുണ്ട്, താറാവിനെ വളർത്തുന്നുണ്ട്. വലൈക്കസ്സലാം. ഓ ഗ്രിൽ ഫിഷ് ഗ്രിൽ. യെസ്. ഇവരിവിടെ മീനുണ്ട് ചുടുന്ന്. അപ്പൊ ഇവിടെ മാമ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന. ഗുഡ് തമാം. ഇതണ്ട മീൻ ഇവര് ചുടുന്ന ഇവിടുന്ന് പുറത്തുനിന്ന് ഒരു ഗ്രില്ലാക്കിയിട്ട്. നോ മസാല, നോ സ്പൈസി, നമക് നോർമൽ. ഓക്കെ. ഇതാണ് ഇവർ ഈ മീനിന് ഇട്ട മസാല. ഇറ്റ്സ് ആ മസാല കൂടിച്ച ഈ മീന് തിന്നാൻ കേട്ടാ. അവരിങ്ങനെ മീന് ചൂടുന്നുണ്ട്. ഇവിടെ മാമ എനിക്ക് കൊറേ ചെടി കാണിച്ചു തന്നു. ഇവിടെ കൊറേ ചെടികളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹെന്ന നമ്മളെ മൈലാഞ്ചി. എന്റെ മക്കളെ നമ്മളെ മൈലാഞ്ചി ഇവിടെ ഇറാഖിലുണ്ട് കേട്ടാ. ഭയങ്കര റേഞ്ച് ആണല്ലോ മൈലാഞ്ചി. തമർ. ഓക്കെ. ഡേറ്റ്സ്. ഇത് പിന്നെ ഇതിപ്പോ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇറാഖിൽ വന്നിട്ട് മൈലാഞ്ചി I need henna. Yeah. Then how make henna? ഇതാണ് മക്കളെ ഇറാഖിലെ മൈലാഞ്ചി. പക്ഷെ നമ്മുടെ നാട്ടിലെ മൈലാഞ്ചിന്റെ ചപ്പ് പോലെയല്ല. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി നല്ല കളർ കിട്ടുന്ന പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ മൈലാഞ്ചി ഇട്ടോക്കണം. മാമ ഫുൾ എന്നോട് ഓക്കെ മാമ നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എനിക്ക് ഇംഗ്ലീഷ് അറബി അറിയില്ല, മാമാക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഫോണിൽ ഗൂഗിളിൽ ഇങ്ങനെ ചെയ്യും. ക്ലിക്ക് ഹിയർ തെഹദ് മത്തോഫി ഇൻ ഈജിപ്ഷ്യൻ ഇബ്നു ഖാലി. ഹൂ ഈസ് ഇബ്നു ഖാലി? മൈലാഞ്ചി ഒന്ന് ഇടരുന്ന മാമ പറയുന്നത്. ഇവിടുന്ന് ആരോ മൈലാഞ്ചി ഇട്ടാൽ ഇവർക്ക് എന്തോ മതത്തിനെതിരാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം കൊറേ ഉണ്ട് കേട്ടോ. എനിക്ക് മാമ ഇങ്ങനെ ഓരോന്ന്. റാഡിഷ് ഇത് ക്യാരറ്റ്. ഇത് ക്യാരറ്റിന്റെ ഇല. ഇത് ഇങ്ങനെ ഇവര് ഫുഡ് കഴിക്കുമ്പോൾ കുറെ പച്ച ഇലകൾ കഴിക്കും. അത് അറബികൾ എല്ലാവരും തിന്നുന്നതാണ്. ഇതാണ് ക്യാരറ്റ്. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് അതിന്റെ ഇത് പറിക്കും. പിന്നെ അതുപോലെ ജർജർ അങ്ങനെ എല്ലാ ചപ്പും ഉണ്ട്. യെസ് റഷദ് വരിഹാൻ. ഓക്കെ. ഇനി പറയുന്നത് റഷദ് വരിഹാൻ എന്നാ.
അങ്ങനെ ഞങ്ങൾക്കിവിടെ ഫോണിൽ കുറച്ച് പണിയുണ്ടേനും. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് പണിയെടുക്കുന്ന. ശരിക്കും ഭയങ്കര നല്ല ആൾക്കാരാണ് ഇറാഖിൽ. ഇതുവരെ ഞാനിപ്പോൾ 5 ദിവസം ഇറാഖിൽ. നമ്മൾ സഫ്വാനിൽ അലീൻ്റെ വീടായിട്ട് ഇപ്പം ഇവിടെ വന്ന്. അപ്പോൾ ഇത് മജീദിൻ്റെ വീടാണ്. മൂപ്പര് ഇവിടുത്തെ ആർമിയിലാണ്. ഈ മജീദ് എന്ന് പറയുന്ന ആൾ. മൂപ്പര് പുറത്തു പോയിട്ടുള്ളത്. മൂപ്പര് ഫാമിലി ആയത് ഇവിടെ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഇവിടെ നിന്ന് ഇറങ്ങും. ചോറ് കഴിഞ്ഞിട്ട് എനിക്ക് മാമ ഈത്തപ്പഴവും ഇതാ ചായയും കൂടെ തന്നു. മുടി വരാൻ വേണ്ടി മൂപ്പരെ റൂമിൽ വന്നേണേ. നോക്കിയേട്ടെ, ഇത്രയും സാധനം എനിക്ക് തന്നു. എന്നോട് ഇതെല്ലാം നിങ്ങൾ എടുത്തു. മാമ ചോയ് ഇതെല്ലാം മുടിക്കിടാൻ വേണ്ടി ക്ലിപ്പ് വന്ന്. അപ്പം ഇതെല്ലാം ഇനി മുടിയെല്ലാം മാറിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങാൻ. ഇത് നോക്കിയാട്ടാണ് എനിക്ക് മാമ വലിയൊരു കുപ്പി നിറച്ചു പാൽപ്പൊടി വന്നു. വണ്ടിയിൽ നിന്ന് കോഫി കുടിക്കുമ്പോൾ പാൽപ്പൊടി ഇട്ട് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ചെയ്യണ്ടേ? ഇത്രയും നല്ല ആൾക്കാരുള്ള സ്ഥലമല്ലേ മക്കളെ. മാൽക്കോഫി ദിസ് ഈസ് സ്മോൾ സയീർ. വൺ കോഫി. ഓക്കെ, അതായത് അതിന്റെ കുഞ്ഞി പെട്ടിയും തന്നു പാൽപ്പൊടിയിൽ. ഇടക്കിടക്ക് വേണമെങ്കിൽ കുടിക്കുകയാണെങ്കിൽ ചെറിയ പെട്ടിന്ന് എടുത്താൽ മതി, എല്ലാത്തിലും എടുത്താൽ മതി. അപ്പോൾ എനിക്ക് മാമ നല്ല അടിപൊളി കോഫി ഉണ്ടാക്കി തന്ന്. ഇതാണ് ഇവര് കിച്ചണ്. നമ്മൾ ഇന്നലെ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചാൽ അടിപൊളി സാധനമാട്ടെ ഇത്. ഇതെന്ത് ഇവര് മിക്സ് ചെയ്തേ? കുറേ പാൽപ്പൊടി വന്നിട്ടുണ്ട്. എനിക്കൊരു വലിയ വിച്ച് വൺ? ഓക്കെ, ബിസ്ക്കറ്റ്. ഓക്കെ, ഇത് ബാബ് അലാഗ ബേക്ക്. നമ്മളിവിടെ ഇറാഖിലെ ബസ്രയിൽ ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന. അപ്പൊ മാമ എന്തെല്ലോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ മാമക്കൊരു ഗിഫ്റ്റ് കൊടുത്ത എൻ്റെ ഒരു മാല. ഇതാണ് വള. ഞാൻ ഈ വള മാമക്ക് ഹസൻ പ്ലീസ്. ഓക്കെ, അപ്പൊ ഞാൻ മൈ മെമ്മറി ഞാൻ മാമക്ക് വള കൊടുക്കുന്ന. മാമ ഇസ് നോട്ട് ഗോയിങ്. ഇതാ മക്കളെ, നമ്മളെ വള മാമക്ക് കൊടുത്തൊരു ഓർമ്മക്കേടി. താങ്ക് യു മാമ. سلام كثير ماما. صدق حلوة والله ونسيتها. അങ്ങനെ നമ്മള് ബസ്രയിൽ നിന്ന് ഇറങ്ങുന്ന. നമ്മളിവിടെ ഏകദേശം 3 ദിവസം ഇവിടെ നിന്ന്. എൻ്റെ വണ്ടിന്റെ എന്തെങ്കിലും ക്ലച്ച് മാറ്റിയതും ചെയ്തതെല്ലാം മൂപ്പരാണ്. മൂപ്പര് പൈസയൊന്നും എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടില്ല. അതിന്റെ ഫുള്ള് ചെലവ് മൂപ്പരാ കൊടുത്തേ. ഇനി നമുക്ക് ഇവിടുന്ന് നാസറിയയിൽ പോണം. അപ്പോൾ ഇതുണ്ടോ, ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെയാ ഞാൻ ഇവിടുന്ന് ഇറങ്ങാമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ബൈ ബൈ, ശുക്രൻ. യാ ഇൻഷാല്ലാ. So we are leaving from Basra to Nasriya. നമ്മൾ പോകാൻ പോകുന്നത് ഊറിലാണ്. ശുക്രൻ ബൈ. അങ്ങനെ നമ്മൾ ബസ്രയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് UR, അതായത് ഉർ. ഖലീൽ ഇബ്രാഹിം തങ്ങളുണ്ടല്ലോ, ഇബ്രാഹിം നബിന്റെ വീട് വരുന്നത് ഇറാഖിലാണ്. UR എന്ന് അതിന് പറയാ. ഉർന്നും പറയും, UR എന്നും പറയും. പാടത്തേക്ക് ഇവിടുന്ന് ഇതാ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഓടണം. എന്നാലും എത്തും. 3 മണിക്കൂർ ഓടണം.